സംസ്ഥാനത്തൊട്ടാകെ 30,000-ഓളം പേർ തട്ടിപ്പിനിരയായതാണ് പ്രാഥമികമായ ഒരു നിഗമനം. സംസ്ഥാനത്തൊട്ടാകെ സംസ്ഥാന വ്യാപകമായ എല്ലാ ജില്ലകളും കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രത്യേകത കൂടി കേസുണ്ടാകുന്നു. വിഷ്ണു, വിവരങ്ങൾ. സുഹൈല, അല്പസമയം മുമ്പാണ് അനന്തു കൃഷ്ണനെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയത്. അതായത് 5 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം വിവിധ ഇടങ്ങളിൽ തെളിവെടുപ്പൊക്കെ നടത്തിയ ശേഷമാണ് നിലവിൽ അനന്തു കൃഷ്ണനെ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടി അനന്തു കൃഷ്ണന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. മാത്യു കുഴൽനാടന് 1 രൂപ പോലും ഞാൻ നൽകിയിട്ടില്ല എന്നാണ് അനന്തു കൃഷ്ണൻ അല്പസമയം മുമ്പ് കോടതിയിൽ എത്തിച്ചപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇന്നലെ എൻ രാധാകൃഷ്ണനും പണം നൽകിയില്ലെന്ന് അനന്തു പ്രതികരിച്ചിരുന്നു. വിശദമായൊരു തെളിവെടുപ്പും വിശദമായ ചോദ്യം ചെയ്യലിനൊക്കെ ശേഷമാണ് അനന്തുവിനെ നിലവിൽ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമാകുക റിമാൻഡ് റിപ്പോർട്ടിലാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഇതുവരെയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 5 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം അനന്തുവിനെ ഇനി മറ്റ് കേസുകളിലൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യത, മറ്റ് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അവിടെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വിവിധ ഇടങ്ങളിലായി 21-ലധികം കേസുകളാണ് അനന്തുവിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എല്ലാ കേസുകളിലും അറസ്റ്റ് അനിവാര്യമാണ്. ഒപ്പം ബാക്കി കാര്യങ്ങളൊക്കെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ അവിടെയും നടത്തേണ്ടതുണ്ട്. എന്നാൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ കേസുകളൊക്കെ ഒന്നായിരിക്കും അന്വേഷിക്കുക. എങ്കിൽ അവരുടെ കസ്റ്റഡിയിലേക്കായിരിക്കും ഇനി അടുത്തായി അനന്തു പോകുക. അനന്തു ഇന്ന് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് മാത്യു കുഴൽനാടന് 1 രൂപ പോലും താൻ നൽകിയിട്ടില്ല എന്ന്. അദ്ദേഹവുമായി അസോസിയേറ്റ് ചെയ്തു, അദ്ദേഹത്തിന് പണം നൽകിയെന്നൊക്കെ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. മാത്യു കുഴൽനാടൻ നിഷേധിക്കുകയും ചെയ്തിരുന്നു. അനന്തുവും ഇപ്പോൾ സമാനമായ രീതിയിൽ അത് നിഷേധിക്കുകയാണ്. അല്പസമയം തന്നെ അനന്തുവിൻ്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയായ ശേഷം റിമാൻഡ് നടപടിയിലേക്ക് കടക്കുന്ന കേസ് ജുഡീഷ്യൽ മൂവാറ്റുപുഴ കോടതി അല്പസമയം തന്നെ പരിഗണിക്കുകയും ചെയ്യും. സുഹൈൽ, വിഷു, നേരത്തെ എൻ രാധാകൃഷ്ണൻ ഈ പദ്ധതിയുടെ ഒരു ഇംപ്ലിമെന്റേഷൻ ഏജൻസിയായി മാത്രം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടന ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി മാത്രമാണ് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞ് അനന്തുകൃഷ്ണൻ തന്നെ ഒരു പ്രതിരോധം തീർത്തുന്നു. ഇപ്പോൾ ഇതാ മാത്യു കുഴൽനാടനെയും അനന്തുകൃഷ്ണൻ മാത്യു കുഴൽനാടിനെതിരെ ആരോപണം നിഷേധിക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില എംപിമാരും, ഇടുക്കിയിലെ എംപിമാർക്കടക്കം CPIMന്റെ ജില്ലാ സെക്രട്ടറിക്ക് അടക്കം ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ അനന്തുകൃഷ്ണൻ പ്രതികരിച്ചിട്ടുണ്ടോ? പണം കൈമാറിയോ, പണം വാങ്ങിയതുമായോ ബന്ധപ്പെട്ട് എന്തെങ്കിലും, ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനന്തുകൃഷ്ണൻ എന്തെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? പ്രതികരണമുണ്ടോ? സുഹൈൽ, അനന്തു കൃഷ്ണൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം താൻ UDF LDF നേതാക്കൾക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്ന് പറഞ്ഞിരുന്നത്. അതേ സമയത്ത് തന്നെയാണ് ചോദിച്ചത് എൻ രാധാകൃഷ്ണൻ പണം നൽകിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞില്ല, എൻ രാധാകൃഷ്ണൻ പണം നൽകിയിട്ടില്ല. ഇന്നും സമാനമായ രീതിയിൽ മാത്യു കുഴൽനാടിന് പണം നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മാത്യു കുഴൽനാടിന് പണം നൽകിയിട്ടില്ല എന്ന് പറയുന്നത്. അത് ഒരു വശത്ത് UDF LDF നേതാക്കൾക്ക് പണം നൽകിയെന്ന് പറയുമ്പോൾ, മറുവശത്ത് ചില നേതാക്കളുടെ പേരെടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് പണം നൽകിയിട്ടില്ല എന്ന് പറയുകയാണ്. അതായത് സ്വയം പ്രതിരോധിക്കുകയാണോ, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഈ ബാങ്ക് ട്രാൻസാക്ഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പല രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയിട്ടുണ്ട് അനന്തു കൃഷ്ണൻ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പോലീസിന് വന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പേരുകളൊന്നും ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഒരു പക്ഷേ ഇന്ന് നൽകുന്ന റിമാൻഡ് റിപ്പോർട്ടിലടക്കം ആ പേരുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. 19 അക്കൗണ്ടുകളാണ് അനന്തു കൃഷ്ണൻ്റെതായി പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചത്. ആ പരിശോധിച്ച ഘട്ടത്തിലാണ് അതിൽ ചില അക്കൗണ്ടുകളിൽ നിന്ന് ചില രാഷ്ട്രീയ നേതാക്കൾക്ക്, ഇടുക്കിയിലെയും എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും ഒക്കെ രാഷ്ട്രീയ നേതാക്കൾക്ക് കക്ഷിഭേദമന്യേ ഇത്തരത്തിൽ പണം പോയിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. അവരിലേക്കെല്ലാം ചോദ്യം ചെയ്യലൊക്കെ നീളുക ഇനി സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വരുന്ന ഘട്ടത്തിലായിരിക്കും. പ്രത്യേക അന്വേഷണ സംഘമൊക്കെ രൂപിച്ച് വരുമ്പോഴായിരിക്കും. അനന്തുകൃഷ്ണൻ ഇപ്പോഴും പറയുന്നത് പോലീസിനോട് CSR ഫണ്ട് വരും, ഇത് CSR ഫണ്ടിന്റെ മറവിൽ തന്നെ താൻ ചെയ്ത കാര്യങ്ങളാണ്, അത് വരും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പക്ഷേ ഇതൊരു വലിയ തട്ടിപ്പായി മാറിക്കഴിഞ്ഞു. 1000 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിൽ വിവിധ ഇടങ്ങളിലായി ഇത്തരത്തിൽ അനന്തു പണം നിക്ഷേപിക്കുകയും സ്ഥലം വാങ്ങിയതിൻ്റെയൊക്കെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ സമഗ്രമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉയർന്നു വന്നതും അതിനൊരു രാഷ്ട്രീയ മാനം വരികയും ചെയ്തു. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എല്ലാ കക്ഷികളും അനന്തുവിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് എന്ന് അനന്തു തന്നെ സമ്മതിക്കുന്നു. അതിൽ ചില പേരുകളാണ് അനന്തു വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. അത് പ്രതികരണമായി തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഈ ആളുകളുടെയൊക്കെ മൊഴിയെടുക്കുന്ന നടപടിയിലേക്കായിരിക്കും കടക്കുക. അത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ആയിരിക്കും മൊഴിയെടുക്കുക. അല്പസമയത്തിന് അതിനെ ഈ കേസ് പരിഗണിക്കും. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കോടതി റിമാൻഡ് ചെയ്ത് ഇപ്പോൾ കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് കൊണ്ട് തന്നെ വരും ദിവസങ്ങൾ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് പ്രതി അനന്തുകൃഷ്ണനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും സ്വാഭാവികം ആവശ്യപ്പെടാനുള്ള സാധ്യതകളും ഉയരുന്നുണ്ട്. എന്തായാലും 1000 കോടി വൻ തട്ടിപ്പിൽ വലിയ മീനുകളുണ്ടെന്ന സൂചനകൾ തന്നെയാണ് തരുന്നത്. ഇനി കോടതിയിൽ പോലീസ് സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് എന്തായാലും നിർണായക വിവരങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കൂടി ഒരാകാംക്ഷ നിലനിൽക്കും.